നിങ്ങളോടുകൂടെ. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് പിശാചിനാൽ പരീക്ഷിക്കപ്പെടുന്നതിന് യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നയിച്ചു. യേശു 40 ദിനരാത്രങ്ങൾ ഉപവസിച്ചു. അപ്പോൾ അവന് വിശന്നു. പ്രലോഭകൻ അവനെ സമീപിച്ച് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലുകൾ അപ്പമാകാൻ പറയുക. അവൻ പ്രതിവദിച്ചു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ടുമാണ് ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അനന്തരം പിശാച് അവനെ വിശുദ്ധ നഗരത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ദേവാലയത്തിൻ്റെ അഗ്രത്തിൽ കയറ്റി നിർത്തിയിട്ട് പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. നിന്നെക്കുറിച്ച് അവൻ തൻ്റെ ദൂതന്മാർക്ക് കൽപ്പന നൽകും. നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കുവാൻ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളും എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. യേശു പറഞ്ഞു, നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നുകൂടി എഴുതപ്പെട്ടിരിക്കുന്നു. വീണ്ടും പിശാച് വളരെ ഉയർന്ന ഒരു മലയിലേക്ക് അവനെ കൂട്ടിക്കൊണ്ടുപോയി. ലോകത്തിൻ്റെ എല്ലാ രാജ്യങ്ങളും അവയുടെ മഹത്വവും അവനെ കാണിച്ചുകൊണ്ട് അവനോട് പറഞ്ഞു, നീ സാഷ്ടാംഗം പ്രണമിച്ച് എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിനക്ക് ഞാൻ നൽകും. യേശു കൽപ്പിച്ചു, സാത്താനെ, ദൂരെ പോവുക. എന്തെന്നാൽ നിന്റെ ദൈവമായ കർത്താവിനെ ആരാധിക്കണം, അവിടുത്തെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു. അപ്പോൾ പിശാച് അവനെ വിട്ടുപോയി. ദൈവദൂതന്മാർ അടുത്തു വന്ന് അവനെ ശുശ്രൂഷിച്ചു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. മിശിഹായിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇന്ന് നോമ്പ് കാലത്തിൻ്റെ ആദ്യത്തെ ഞായറാഴ്ചയാണ്. പ്രാർത്ഥനയുടെയും ഉപവാസത്തിൻ്റെയും ദാനധർമ്മത്തിൻ്റെയും ഒക്കെ പുണ്യ ദിനങ്ങളിലൂടെ കടന്നു പോവുകയാണ് നാം ഈ നോമ്പുകാല ദിനങ്ങളിലൂടെ. നാം ഇന്ന് ശ്രവിച്ച 3 വായനകളും ശ്രദ്ധാപൂർവം ധ്യാന വിഷയമാക്കിയാൽ ഈ 3 വായനകളും പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അതിൽ രണ്ടാമത്തെ വായനയിൽ പൗലോസ് അപ്പോസ്തലൻ ഇപ്രകാരം 2 വായനകളെയും 1ഉം 3ഉം വായനകളെ ബന്ധിപ്പിക്കുന്ന ഒരു വചനം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. അങ്ങനെ ഒരു മനുഷ്യന്റെ പാപം എല്ലാവർക്കും ശിക്ഷാവിധിക്ക് കാരണമായതുപോലെ ഒരു മനുഷ്യന്റെ നീതിപൂർവകമായ പ്രവൃത്തി എല്ലാവർക്കും ജീവദായകമായ നീതിമത്കരണത്തിന് കാരണമായി. ഒരു മനുഷ്യന്റെ പാപം മൂലം ലോകത്തിലേക്ക് മരണം പ്രവേശിച്ചു. അതാണ് ഇന്നത്തെ 1ാമത്തെ വായന. പിശാചിനാൽ പ്രലോഭിക്കപ്പെടുന്ന, പരീക്ഷിക്കപ്പെടുന്ന ആദവും ഹവയും പാപത്തിലേക്ക് വീണ കാര്യമാണ് നാം ഇന്ന് വായിച്ച 1ാമത്തെ കാര്യം. 3ാമത്തെ വായനയിൽ നാം വായിച്ചത് അതേ പിശാച്, അതേ പൈശാചികത ഈശോയുടെ അടുക്കലേക്കും പരീക്ഷണത്തിനായി വരുമ്പോഴത്തേക്കും അതിനെ അതിജീവിക്കുന്നതിലൂടെ ഈ ലോകത്തിലേക്ക് നന്മ, ജീവൻ, നിത്യജീവൻ
കടന്നു വരുന്നതും നാം കാണുന്നുണ്ട്. ഈ 1ഉം 3ഉം വായനകളെ ഒന്നിപ്പിക്കുന്ന വായനയാണ് ഈ രണ്ടാമത്തെ വായന. ഈ ഒന്നാമത്തെ വായനയിൽ ആദവും ഹവ്വായും പിശാചിന്റെ പ്രലോഭനത്തിൽ വീഴുന്നു. മൂന്നാമത്തെ വായനയിൽ ഈശോ പാപം ചെയ്യുവാനുള്ള, പ്രലോഭനത്തിൽ വീഴാനുള്ള എല്ലാ സാഹചര്യങ്ങളും ആ മരുഭൂമിയിൽ ഉണ്ടായിരുന്നു. വിശപ്പുണ്ടായിരുന്നു, ദാഹമുണ്ടായിരുന്നു. അങ്ങനെ അനുകൂലമായ സാഹചര്യമായിരുന്നിട്ട് പോലും ആ പ്രലോഭനത്തിലേക്ക് ഈശോ വീഴുകയും ചെയ്യുന്നില്ല. ഈ 2 വായനകളിലുമുള്ള പൊതുവായ ഒരു കാര്യം, രണ്ടിടത്തും പിശാചുണ്ട്, രണ്ടിടത്തും പ്രലോഭനമുണ്ട്, രണ്ടിടത്തും പരീക്ഷണമുണ്ട്. അപ്പൊ എന്തുകൊണ്ട് ഈശോ പ്രലോഭനത്തിൽ വീണില്ല, എന്തുകൊണ്ട് ആദവും ഹവ്വയും പ്രലോഭനത്തിൽ വീണു എന്ന് ചോദിച്ചാൽ അതിനുള്ള ഏക ഉത്തരവും ഇന്നത്തെ വചനഭാഗങ്ങൾ തന്നെ നമ്മെ പഠിപ്പിച്ച് തരുന്നുണ്ട്. സുവിശേഷ ഭാഗത്തിലേക്ക് നാം കടന്നു ചെല്ലുമ്പോൾ 3 പ്രലോഭനങ്ങളാണ് ഈശോയുടെ മുമ്പിലേക്ക് പിശാച് വയ്ക്കുന്നത്. ഒന്നാമത്തെ പ്രലോഭനത്തിൽ ഈശോയോട് ആവശ്യപ്പെടുക ഇപ്രകാരമാണ്: നീ ദൈവപുത്രനാണെങ്കിൽ, നീ ദൈവപുത്രനാണെങ്കിൽ കല്ലുകളോട് അപ്പമാകാൻ പറയുക. ഇവിടെ കല്ലുകളോ അപ്പമോ അല്ല ഇവിടെ പ്രധാനം, മറിച്ച് നീ ദൈവപുത്രനാണെങ്കിൽ, നീ ദൈവത്തിന്റെ പുത്രനാണെങ്കിൽ നിന്റെ അപ്പൻ ആരാണെന്നുള്ള ചോദ്യമാണ് അവിടെ പിശാച് ഉന്നയിക്കുന്നത്. അവിടെ ഈശോ തക്കതായ മറുപടി കൊടുക്കുന്നു. മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല വചനം കൊണ്ടും ജീവിക്കുന്നു എന്ന് പറയുന്നു. രണ്ടാമത്തെ പ്രലോഭനം ദേവാലയത്തിന്റെ അഗ്രത്തിൽ കൊണ്ടുപോയി നിർത്തിയിട്ട് അവിടെയും പിശാച് ചോദിക്കുന്ന എന്താണ്? നീ ദൈവപുത്രനാണെങ്കിൽ. അവിടെയും സ്വന്തം അപ്പനെയാണ് അവിടെ പിശാച് പിടിച്ചിടുന്നത്. നീ ദൈവപുത്രനാണെങ്കിൽ, നിന്റെ അപ്പൻ ദൈവമാണെങ്കിൽ നീ ചാടിക്കൊള്ളുക. രണ്ടിടത്തും അപ്പനെയാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്. മൂന്നാമത്തെ ഇടത്തിലോട്ട് വരുമ്പോഴത്തേക്കും, ഗോപുരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോകുമ്പോഴത്തേക്കും അവിടെ പിശാച് കളം മാറ്റുകയാണ്. അവിടെ സ്വയം ദൈവത്തിന്റെ പുത്രനായിട്ട് ഈ പിശാച് അവിടെ പ്രലോഭിപ്പിക്കപ്പെടുകയാണ്. എന്താണ് പിശാച് പറയുന്നത്? ഈ കാണുന്നതെല്ലാം ഏറ്റവും ഉന്നതങ്ങളിലേക്ക് കൊണ്ടുപോയിട്ട് ലോകം മുഴുവനും കാണിച്ചു, അതിന് മഹത്വം മുഴുവനും കാണിച്ചിട്ട് പിശാച് പറയുകയാണ്, ഈ ലോകം മുഴുവനുമെല്ലാം ഞാൻ നിനക്ക് തരാം, ഞാൻ നിനക്ക് തരാം. അതായത് ഇതെല്ലാം എൻ്റെതാണെന്ന ഒരു ധാരണയിൽ പിശാച് സംസാരിക്കുന്നു. അതിനർത്ഥം ഞാനാണ് ആ ദൈവത്തിന്റെ പുത്രൻ എന്ന് പിശാച് പറയാതെ പറയുകയാണ്. എങ്കിൽ ഞാൻ നിനക്ക് ഇതിൽ നിന്നും ഒരു പങ്കു തരാം. അവിടെയാണ് ഈശോ അല്പം കൂടെ പ്രകോപിതനാകുന്നത്. പിശാചിന്റെ പ്രലോഭനത്തിൽ പ്രകോപിതനാകുന്നത് ഈശോ അവിടെയാണ്. അവിടെയാണ് ഈശോ പറയുക, സാത്താനെ ദൂരെ പോവുക, സാത്താനെ ദൂരെ പോവുക. കാരണം ഈശോയ്ക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു, താനാണ് ദൈവത്തിന്റെ പുത്രനെന്ന്. ഞാനാണ് ആ ആബാ പിതാവിന്റെ പുത്രൻ എന്നുള്ള ഒരു ബോധ്യം ഈശോയ്ക്ക് ഉണ്ടായിരുന്നു. അത് അല്പം കൂടെ വ്യക്തമാകും. ഈശോയുടെ ജീവിതം മുഴുവനും എത്തിപ്പോയി നിൽക്കുന്നത് കാൽവരി കുരിശിലാണ്. എങ്കിലും എൻ്റെ ഹിതമല്ല അവിടുത്തെ ഹിതം നിറവേറട്ടെ എന്ന് പറയുമ്പോൾ തന്നെ വ്യക്തമാണ്, ഈശോയ്ക്ക് മരണത്തിനോടൊപ്പം അടുത്തെത്തി നിൽക്കുമ്പോൾ പോലും ദൈവത്തിന്റെ ഹിതമനുസരിച്ച്, സ്വന്തം അപ്പന്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുവാനാണ് ഈശോ ജനനം മുതൽ, കാലിത്തൊഴുത്ത് മുതൽ കാൽവരി വരെയും അവൻ ശ്രമിച്ചത്. അതുകൊണ്ട് തന്നെ ഈശോയുടെ മേല് പിശാചിന് യാതൊരു അധികാരത്തിനും പോകുവാനായിട്ട് സാധിച്ചില്ല. കാരണം ഈശോയ്ക്ക് ബോധ്യം ഉണ്ടായിരുന്നു താൻ ദൈവപുത്രൻ ആണ് എന്നുള്ളത്. ഈശോ ഈ പ്രലോഭനങ്ങളിൽ നിന്നും ജയിക്കാനുള്ള കാരണം ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു താൻ ദൈവത്തിന്റെ പുത്രനാണ് എന്നുള്ള ബോധ്യം. ഒന്നാമത്തെ വായനയിലെ ആദം ഹവ്വ പാപത്തിലേക്ക് വീഴാനുള്ള കാരണം എന്താണ്? നാം മനുഷ്യനെ സൃഷ്ടിക്കുന്ന സൃഷ്ടികർമ്മത്തിൽ ഇപ്രകാരം വായിക്കുന്നുണ്ട്, ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞിട്ടാണ് ആദത്തിനെയും ഹവ്വയെയും സൃഷ്ടിക്കുന്നത്.
അതായത് ദൈവത്തെ പോലെ തന്നെ, ദൈവത്തിൻ്റെ രൂപം, ദൈവത്തിൻ്റെ ഭാവം, ദൈവത്തിൻ്റെ ഛായ, ഇതെല്ലാം ഉൾപ്പെടുന്ന ഒരു സ്വത്താണ് മനുഷ്യൻ. ഈ മനുഷ്യൻ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ദൈവത്തിൻ്റെ പ്രതിരൂപം തന്നെയാണ്. അവിടേക്കാണ് പിശാച് വന്നിട്ട് പറയുന്നു, നിങ്ങൾ ദൈവത്തെ പോലെ ആകും. എപ്പോൾ? ഈ പഴം നിങ്ങൾ കഴിക്കുമ്പോൾ. ദൈവത്തെ പോലെ ഇരിക്കുന്നവരാണ് ആദവും ഹവ്വയും. കാരണം വചനം വ്യക്തമായി പറയുന്നുണ്ട്, നമുക്ക് ദൈവത്തിൻ്റെ രൂപത്തിലും ഭാവത്തിലും ഛായയിലും മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറയുമ്പോഴത്തേക്കും അത് തന്നെ ദൈവത്തിൻ്റെ രൂപമാണ്. ഈ ബോധ്യം ഇല്ലാതെ വന്നു ആദത്തിനും ഹവ്വയ്ക്കും. ദൈവത്തിൻ്റെ പുത്രനാണ് ഞാൻ, ദൈവത്തിൻ്റെ പുത്രിയാണ് ഞാൻ, ദൈവത്തിൻ്റെ ഭാവമാണ് ഞാൻ, ദൈവത്തിൻ്റെ രൂപമാണ് ഞാൻ എന്ന ബോധ്യം ഇല്ലാതെ വന്നപ്പോഴാണ് ആദവും ഹവ്വയും പാപത്തിലേക്ക് വീണു പോയത്. ഈ സുവിശേഷ ഭാഗത്ത് ഈശോയ്ക്ക് ബോധ്യമുണ്ടായിരുന്നു, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്ന്. അതുകൊണ്ട് പാപത്തിലേക്ക് വീഴുന്നില്ല. 2 വായനകളും 1ഉം 3ഉം വായനകളെ നാം 2 കരങ്ങളിലേക്ക് വച്ച് നോക്കുകയാണെങ്കിൽ ഒരു കാര്യം വ്യക്തമാണ്. 1ാമത്തെ വായനയിൽ മനുഷ്യൻ പാപം ചെയ്യാനുള്ള കാരണം അവൻ ദൈവപുത്രനാണെന്നുള്ള ബോധ്യം ഇല്ലാത്തതുകൊണ്ട്. അടുത്ത കൈയിലേക്ക് നോക്കുമ്പോഴത്തേക്കും ഈശോ പ്രലോഭകന്റെ പാപത്തിൽ വീഴാത്തതിനുള്ള കാരണം അവൻ ദൈവപുത്രനാണെന്നുള്ള ബോധ്യം ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ്. ഇതിൽപ്പെടും ഞാനും നിങ്ങളുമൊക്കെ ദൈവത്തിൻ്റെ രൂപവും ഭാവവും ഛായയും ഉള്ളവരാണ് എന്ന് 2 അഭിപ്രായം ഇല്ല. പക്ഷേ ഈ ഒരു ബോധ്യം പലപ്പോഴും നമുക്ക് ഇല്ലാതെ പോകുന്നതാണ് ഓരോ പാപം ചെയ്യുവാനുമുള്ള കാരണമായിട്ട് നാം മനസ്സിലാക്കേണ്ടത്. എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഞാൻ ഏതെങ്കിലും രീതിയിലുള്ള ചെറുതോ വലുതോ ആയ പാപങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ അതിനുള്ള കാരണം എന്താണ്? ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള ബോധ്യം ഇല്ലാതെ വരുമ്പോഴാണ്. ദൈവത്തിൻ്റെ പുത്രനാണെന്നുള്ള ബോധ്യം എന്നിൽ വന്നു കഴിഞ്ഞാൽ എനിക്കൊരിക്കലും പാപം ചെയ്യുവാനായിട്ട് തോന്നുകയുമില്ല, പാപം ചെയ്യുകയുമില്ല എന്നതാണ് വാസ്തവം. ഇനി നാം ഇന്ന് സുവിശേഷ ഭാഗത്ത് 3 പ്രലോഭനങ്ങളെ കുറിച്ച് നാം വായിക്കുന്നുണ്ട്. ഈ 3 പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് നാം അടുത്ത് ചിന്തിക്കാനായിട്ട് പോകുന്നത്. ചുരുങ്ങിയ വാക്കുകളിൽ ഈ 3 പ്രലോഭനങ്ങളും നമ്മുടെ ജീവിതവുമായിട്ട് എന്താണ് ബന്ധം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. നമുക്കറിയാം, 1ാമത്തെ പ്രലോഭനം കല്ലുകളെ അപ്പമാക്കുവാനുള്ള പ്രലോഭനമാണ്. കല്ലുകളെ അപ്പമാക്കാനുള്ള ഒരു പ്രലോഭനം നമ്മുടെ ജീവിതവുമായിട്ട് ഇതെങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നമുക്കെല്ലാവർക്കും അറിയാം നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് എന്ന്. ചിലർക്ക് പാടാൻ കഴിവുണ്ട്, ചിലർക്ക് പാട്ട് ട്യൂൺ ചെയ്യാൻ കഴിവുണ്ട്, പാട്ടെഴുതാൻ കഴിവുണ്ട്, ചിലർക്ക് വരയ്ക്കാൻ കഴിവുണ്ട്, പ്രസംഗിക്കാൻ കഴിവുണ്ട്, മറ്റുള്ളവരെ സന്തോഷിപ്പിക്കാൻ കഴിവുണ്ട്, കുടുംബജീവിതം നന്നായിട്ട് കൊണ്ടുപോകാൻ കഴിവുണ്ട്, നന്നായി വാഹനം ഓടിക്കാൻ കഴിവുണ്ട്, നന്നായി പാചകം ചെയ്യാൻ കഴിവുള്ളവരുണ്ട്, മറ്റുള്ളവരോട് നന്നായിട്ട് സംസാരിക്കാൻ കഴിവുള്ളവരുണ്ട്, മറ്റുള്ളവരോട് ഇടപഴകാൻ കഴിവുള്ളവരുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായ കഴിവുകൾ ഉള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന നാം എല്ലാവരും. നമുക്കറിയാം, ആരുടെയെങ്കിലുമൊക്കെ ഒരു പ്രോത്സാഹനം കിട്ടിക്കഴിയുമ്പോൾ ഈ ഒരു അവസ്ഥയിൽ നിന്നും അല്പം കൂടെ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക് നമുക്ക് വളരുവാനായിട്ട് സാധിക്കുമെങ്കിൽ, ആരുടെയെങ്കിലുമൊക്കെ കഴിവോ സപ്പോർട്ട്, അവരുടേതായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു സ്ട്രൈക്കോ നമുക്ക് ലഭിക്കുമ്പോഴത്തേക്കും നമുക്കറിയാം, നമുക്ക് നിലവിലുള്ള ആ ഒരു ജീവിത ശൈലിയിൽ നിന്നും, ആ ഒരു കഴിവറ്റ ജീവിതത്തിൽ നിന്നും അല്പം കൂടെ മികച്ച ഒരു കഴിവിലേക്ക് നമുക്ക് എത്തപ്പെടുവാനായിട്ട് സാധിക്കുമെന്ന് നമുക്കറിയാം. അതായത് ബൈബിളിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ, നമ്മുടെ കൈവശമുള്ള ഈ കല്ലുകളെ അപ്പമാക്കുവാനായിട്ട് പലരുടെയും സഹായം കൊണ്ട് നമുക്ക് സാധിക്കും എന്നറിയാം. ഇനി അഥവാ ആരുടെയെങ്കിലും ഒരു സഹായം കിട്ടി നമ്മുടെ കഴിവുകൾ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലുള്ള ഈ കല്ലുകൾ അപ്പമാക്കി എന്ന് വെച്ചുകൊള്ളുക. അതായത് മെച്ചപ്പെട്ട രീതിയിൽ കഴിവുകൾ മാറി എന്ന് ചിന്തിച്ചു കൊള്ളുക. ഇപ്പൊ നമുക്ക് വല്ലാതെ ഒരു
ആത്മവിശ്വാസം കടന്നു വരും. അമിതമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം കടന്നു വരും. ഞാൻ എന്തൊക്കെയോ ആണെന്നുള്ള ഒരു ധാരണ നമ്മിലേക്ക് കടന്നു വരും. അങ്ങനെ കടന്നു വരുമ്പോഴത്തേക്കും എനിക്ക് കല്ലിനെ അപ്പമാക്കാൻ പറ്റും, പരാജയത്തെ വിജയമാക്കാൻ പറ്റും, രോഗിയെ സുഖപ്പെടുത്തുവാൻ പറ്റും എന്ന ഒരു ചിന്ത നമ്മിലേക്ക് കടന്നു വരുമ്പോൾ അമിതമായ ആത്മവിശ്വാസം വന്നു കഴിഞ്ഞാൽ പിശാച് അതിലൂടെ നമ്മെ ഇങ്ങനെ ആക്രമിക്കുവാനുള്ള സാധ്യതയേറെയാണ്. പിന്നെ ഞാനായി എല്ലാം, ദൈവത്തെ പോലും വേണ്ട, ദൈവത്തെ മറന്നു കളയുന്ന ഒരു അവസ്ഥയിലേക്ക് എൻ്റെ കഴിവുകൾ എന്നെ മാറ്റുന്നുണ്ട് എങ്കിൽ, എൻ്റെ ചിന്തകൾ എന്നെ മാറ്റുന്നുണ്ട് എങ്കിൽ, എൻ്റെ ജീവിത സാഹചര്യങ്ങൾ എന്നെ അമിതമായിട്ടുള്ള ആത്മവിശ്വാസവും അതിലൂടെ ദൈവത്തെ മറക്കുവാനുള്ള ഒരു വഴിയിലേക്ക് എന്നെ കൊണ്ടെത്തിക്കുന്നുണ്ട് എങ്കിൽ അത് ഒന്നാമത്തെ പ്രലോഭനത്തിൽ ഞാനും നിങ്ങളും വീണു എന്ന് നിസ്സംശയം പറയുവാനായിട്ട് സാധിക്കും. രണ്ടാമത്തെ പ്രലോഭനമാണ് ദേവാലയത്തിൻ്റെ അഗ്രത്തിലേക്ക് ഈശോയെ പിശാച് കൊണ്ടുപോകുന്ന അവസ്ഥ. അതിനെ മറ്റൊരു ഭാഷയിൽ പറഞ്ഞ് നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാൻ സാധിച്ചാൽ ഇപ്രകാരം പറയാം: ആത്മീയമായ അഹങ്കാരം. ആത്മീയമായ അഹങ്കാരം. ദേവാലയത്തിൻ്റെ അഗ്രം എന്ന് പറയുന്നത് ആത്മീയതയുടെ ഏറ്റവും ഉയർന്ന അവസ്ഥയാണ്. എനിക്ക് നന്നായി പ്രാർത്ഥിക്കാൻ അറിയാം, എനിക്ക് നന്നായി വചനം വായിക്കാൻ അറിയാം, എനിക്ക് ഈശോയുമായിട്ട് ഡയറക്റ്റ് കോണ്ടാക്റ്റ് ഉണ്ട്, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് നന്നായിട്ട് പാടാൻ അറിയാം, എനിക്ക് നന്നായിട്ട് പ്രസംഗിക്കാൻ അറിയാം, എനിക്ക് നന്നായിട്ട് ഒരു സമിതിയുടെ ലീഡർഷിപ്പ് എടുക്കാൻ അറിയാം. ഇങ്ങനെ എനിക്ക് മാത്രം ആത്മീയതയുടെ എല്ലാം അറിയാം, ഞാനൊരു തികഞ്ഞ മനുഷ്യനാണ് എന്നുള്ള ചിന്ത വരികയും എൻ്റെ കൂടെ ഉള്ളവരൊക്കെ ഒന്നിനും കൊള്ളാത്തവരാണ് എന്നുള്ള ചിന്ത കടന്നു വരികയും ചെയ്യുമ്പോഴത്തേക്കും സഭയെ ഉപേക്ഷിക്കുവാനായിട്ട് തോന്നും. കാരണം എല്ലാം എന്നിൽ തന്നെ ഉണ്ട്, എല്ലാം എനിക്കറിയാം. പ്രസംഗിക്കുമ്പോഴത്തേക്കും ഇതെന്ത് പ്രസംഗം, ഇതെനിക്കിന് കാലം അറിയാമല്ലോ. ഒരാൾ പാടിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഇതെന്ത് പാട്ട്, ഇത് നന്നായിട്ട് എനിക്ക് പാടാൻ പറ്റുമല്ലോ. ഒരാൾ നന്നായിട്ട് ഒരു ഗ്രൂപ്പിനെ ലീഡ് ചെയ്യുമ്പോഴത്തേക്കും ആ ഗ്രൂപ്പിനെ നോക്കിയിട്ട് ആ മനുഷ്യൻ കുറ്റം പറഞ്ഞിട്ട് പറയും ഇതൊക്കെ നന്നായിട്ട് ഞാൻ ലീഡ് ചെയ്യുമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആത്മീയതയുടെ അഗ്രം, ആത്മീയതയുടെ കൊടുമുടി ഞാനാണെന്നുള്ള ഒരു ധാരണ വന്നു കഴിയുമ്പോഴത്തേക്കും വന്നിട്ടുണ്ട് എങ്കിൽ ഇത് രണ്ടാമത്തെ പ്രലോഭനത്തിൽ വീണു എന്നതിനുള്ള തുല്യമാണ്. മൂന്നാമതായിട്ട് ഈശോയെ ഉയർന്ന ഒരു സ്ഥലത്തേക്ക് പിശാച് കൂട്ടിക്കൊണ്ടു പോകുന്നതാണ് നാം വായിക്കുന്നത്. അതായത് ജീവിതത്തിൻ്റെ ചില സന്ദർഭങ്ങളിൽ പിശാച് നമ്മെ ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് കൊണ്ട് എത്തിക്കും. നേട്ടങ്ങളുടെ, വിജയങ്ങളുടെ, ലാഭത്തിൻ്റെ, സൗന്ദര്യത്തിൻ്റെ, എല്ലാത്തിൻ്റെയും ഉയരങ്ങളിലേക്ക് പിശാച് നമ്മെ കൊണ്ട് എത്തിക്കും. എന്നിട്ട് താഴോട്ട് നമ്മോട് നോക്കാൻ പറയും. അതായത് നമ്മുടെ സഹജീവികളോട് നോക്കാൻ പറയും. എന്നിട്ട് പറയും നീയാണ് മിടുക്കൻ, നീയാണ് കഴിവുള്ളവൻ, നീയാണ് സൗന്ദര്യമുള്ളവൻ, നീയാണ് ഉയരമുള്ളവൻ, നിന്റെ വീടാണ് നല്ല വീട്, നിന്റെ ജോലിയാണ് നല്ല ജോലി. ഇങ്ങനെ നമ്മെ ആ ഒരു ഉയർച്ചയുടെ കൊടുമുടിയിലേക്ക് പിശാച് കൊണ്ട് എത്തിക്കും. എന്നിട്ട് താഴെയുള്ളവരെ നോക്കാൻ പറയുമ്പോഴത്തേക്കും താഴെ ഉള്ളവരൊക്കെ താഴ്ന്നവരായി, ചെറുതായിട്ട് നമുക്ക് ഒരു ഫീല് ഈ പിശാച് തരും. എന്നിട്ട് എന്നെ അഹങ്കാരത്തിലൂടെ കൊണ്ടുപോകുവാനായിട്ട് അവൻ ശ്രമിക്കും. ഞാനാണെല്ലാം, മറ്റുള്ളവരൊക്കെ വട്ടപൂജ്യം എന്നുള്ള ഒരു ചിന്ത നമ്മിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും മൂന്നാമത്തെ പ്രലോഭനത്തിലും ഞാനും നിങ്ങളും വീണു എന്നുള്ളതാണ്. ഇനി എന്താണ് ഈ ഒരു 3 പ്രലോഭനത്തിലും നാം വീണിട്ടുണ്ട് എങ്കിലുള്ള ഒരു രക്ഷപ്പെടാനുള്ള മാർഗം എന്താണ്? ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ ആമുഖത്തിൽ പറഞ്ഞു വെച്ചതുപോലെ, പ്രസംഗത്തിൻ്റെ ആമുഖത്തിൽ പറഞ്ഞു വെച്ചതുപോലെ, ഈശോയ്ക്ക് ഉത്തമ ബോധ്യം ഉണ്ടായിരുന്നു താൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത്. ഈ ബോധ്യം ഇല്ലാത്തിടത്തോളം കാലം പിശാചിൻ്റെ ഏത് ചെറിയ പ്രലോഭനത്തിലും നാം വീണ് പോയേക്കാം.
എത്ര പ്രാർത്ഥിക്കുന്നവരാകട്ടെ, 24 മണിക്കൂറും ജപമാല കയ്യിൽ പിടിക്കുന്നവരാകട്ടെ, എല്ലാ ദിവസവും മുടങ്ങാതെ ബലിയിൽ പങ്കെടുക്കുന്നവരാകട്ടെ, ഏതവസ്ഥയിലുള്ള ആത്മീയമായിട്ട് ഭദ്രത ഉള്ളവരാണ് നാം കരുതിയാലും, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള ബോധ്യം ഇല്ലാത്തിടത്തോളം കാലം പിശാചിൻ്റെ ഏത് പ്രലോഭനത്തിലും നാം വീഴാൻ സാധ്യത ഏറെയാണ് എന്നത് ഒരിക്കലും നാം മറക്കാതിരിക്കുക. ഇവിടെ ഈ പ്രലോഭനങ്ങളൊക്കെ ഉണ്ടായപ്പോഴും, ദൈവത്തെ മറക്കാനുള്ള പ്രലോഭനമുണ്ടായപ്പോഴും, തിരുസഭയെ മറക്കുവാനുള്ള പ്രലോഭനമുണ്ടായപ്പോഴും, സഹജീവികളെ മറക്കുവാനുള്ള പ്രലോഭനമുണ്ടായപ്പോഴത്തേക്കും ഈശോ ഇവിടെ എല്ലാം ദൈവത്തിൻ്റെ വചനമാണ് ഉപയോഗിച്ചുകൊണ്ട് പിശാചിനെ അതിജീവിച്ചത്. ഇതുപോലെ ഈ നോമ്പ് കാലഘട്ടത്തിലെങ്കിലും നമുക്ക് 2 കാര്യങ്ങൾ തീരുമാനമെടുക്കാം. ഒന്ന്, ഞാൻ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ള ബോധ്യം. രണ്ടാമതായിട്ട്, ഈ ഒരു ആത്മീയ യുദ്ധത്തിൻ്റെ കാലത്ത് ദൈവവചനത്തെ മുറുകെ പിടിച്ചുകൊണ്ട് പോകുവാനുള്ള ഒരു തീരുമാനവും കൂടെ എടുക്കുക. എല്ലാ ദിവസവും കുടുംബ പ്രാർത്ഥനയിൽ ഒരു അധ്യായമെങ്കിലും വായിക്കും, ബൈബിളിൽ നിന്നുമുള്ള ഒരു അധ്യായമെങ്കിലും വായിക്കും എന്നുള്ള ഒരു ഉറച്ച തീരുമാനമെടുക്കുക. അല്ലെങ്കിൽ പ്രഭാതത്തിൽ നേരം വെളുത്ത് വരുന്ന ആ സമയത്ത് വിശുദ്ധ ഗ്രന്ഥം തുറന്ന് തിരിയെ കത്തിച്ച് വെച്ചുകൊണ്ട് ഒരു അധ്യായമെങ്കിലും ഞാൻ വായിച്ചിട്ടേ ഒരു ദിവസം ആരംഭിക്കുകയുള്ളൂ എന്നുള്ള തീരുമാനമെടുക്കുക. തീർച്ചയായിട്ടും ഈശോ പിശാചിനെ, പ്രലോഭകനെ അതിജീവിച്ചതിനേക്കാളും മനോഹരമായ രീതിയിൽ അനുദിന ജീവിതത്തിൽ നിന്നും നമുക്കും പിശാചിനെ അതിജീവിക്കുവാനായിട്ട് സാധിക്കും. അതിനായി നമുക്ക് ശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.